അവഗണന എന്ന് പറയുന്നത് ജീവിതത്തിലെ ഭയങ്കര വലിയൊരു വേദന ഉണ്ടാക്കുന്നൊരു സംഭവമാണല്ലേ. അപ്പം നമ്മളേറെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആൾക്കാരിൽ നിന്നുണ്ടാകുന്ന അവഗണന അതിലും വളരെ വലുതാണ്. അപ്പോൾ നിങ്ങളെ അവർ അവഗണിക്കുമ്പോൾ നിങ്ങൾ ഈ 4 കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കൂ. അപ്പോൾ അവർ നിങ്ങളെന്തായാലും പരിഗണിക്കും. നിങ്ങളെന്തായാലും നിങ്ങളെന്തായാലും മിസ് ചെയ്യാൻ പോകുന്നു. അപ്പോൾ ഏതാണ് ആ 4 കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങളവരെ ഭയങ്കര ഫാനാക്കി വെക്കരുത്. ജസ്റ്റ് അയാളൊരു പാർട്ട്ണറോ ഫ്രണ്ടോ സിബ്ലിങ്സോ ആരെങ്കിലും ആയിക്കോട്ടെ, നിങ്ങൾ അങ്ങനെ ആക്കി കാണുക. ഒരിക്കലും അയാൾ ഭയങ്കര സ്റ്റാറാണ് അങ്ങനെയൊന്നും വിചാരിക്കരുത്. നമ്മളാണ് അതിന് പകരം ഭയങ്കര സ്റ്റാർ എന്നൊക്കെ വിചാരിച്ചിരിക്കുക. അപ്പോൾ നമ്മുടെ ഫാനായി അയാൾ മാറിക്കോളും. നമ്മളിങ്ങനെ അമിതമായിട്ട് സ്നേഹിക്കുമ്പോഴാണ് അവർക്കൊരു വിലയും ഉണ്ടാവാത്തത്. അപ്പോൾ രണ്ടാമത്തെ കാര്യം പറയുക, അമിതമായിട്ട് ആരെയും ആശ്രയിക്കരുത്. അതായത് ഇപ്പോൾ അവരില്ലാതെ നമുക്കൊന്നിനും കഴിയില്ല, അവരെല്ലാത്തിനും വേണം എന്ന് നമ്മളിങ്ങനെ വിചാരിക്കരുത്. നമ്മളെക്കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുക. നമ്മളെപ്പോഴും അവരെ പിന്നാലെ തന്നെ നിൽക്കുമ്പോൾ അവർ വിചാരിക്കും എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തു കൊടുക്കണമല്ലോ എന്നൊക്കെ. അപ്പോൾ ഒരിക്കലും അവരുണ്ടെങ്കിലേ നമുക്കെല്ലാം പറ്റത്തുള്ളൂ എന്ന് ചിന്തിക്കരുത്. ഇനി മൂന്നാമത്തെ കാര്യം, അവൈലബിലിറ്റി കുറയ്ക്കുക. നമ്മൾ എപ്പോഴും അവർക്ക് അവൈലബിൾ ആവുന്നതുകൊണ്ടാണ് അവർക്കൊരു വിലയും ഉണ്ടാവാത്തത്. നമ്മൾ ഈ വെറുതെ കിട്ടുന്ന സാധനത്തിനൊന്നും ഒരു വിലയും ഉണ്ടാവില്ല എന്ന് പറയുന്നില്ലേ, അതുപോലെയാണ് അർഹിക്കുന്നതിൽ കൂടുതൽ സ്നേഹം കൊടുത്താൽ ഒരു വിലയും ഉണ്ടാവാൻ പോകുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നല്ല ഭംഗിയായിട്ടൊക്കെ നടക്കുക. ഒരിക്കലും അവരെ ഉടനെ എല്ലാ കാര്യങ്ങളും അവർ ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ചെയ്തു കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും ശ്രദ്ധിക്കുക. ഇനി നാലാമത്തായിട്ട് പറയുന്നത്, നല്ല സന്തോഷത്തോടെ ഇരിക്കുക. അതായത് എനർജറ്റിക്കായിട്ട് ഇരിക്കുക. എപ്പോഴും നമ്മളെ കാണുമ്പോൾ ഒരു പോസിറ്റീവ് വൈബായിട്ടൊക്കെ ഉള്ളതുപോലെ നമ്മളെപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ നോക്കുക. ഈ 4 കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം ഉണ്ടാകുന്നതാണ്. നമ്മളെ ലൈഫാണിത്, നമ്മളെ തന്നെ തീരുമാനിക്കുക. ഹാപ്പി ആയിട്ടിരിക്കുക. ജീവിതത്തിൽ തരം താഴാതിരിക്കുക. നമുക്ക് വില തരാത്ത ആൾക്കാരുടെ മുന്നിൽ നമ്മളിങ്ങനെ സ്നേഹത്തിന് വേണ്ടി യാചിക്കരുത്. നമ്മൾ അവരുടെ പിന്നാലെ പോയി ഇങ്ങനെ നമ്മുടെ വിഷമം പറഞ്ഞ് നമ്മളിങ്ങനെ കരഞ്ഞ് കണ്ണീരാക്കുമ്പോൾ നമുക്കവർ ഒരു വിലയും തരില്ല. അവർ ഹാപ്പി ആയിട്ടായിരിക്കും ജീവിക്കുന്നുണ്ടാവുക. നമ്മളെ ഒരു ഫീലിങ്സ് ഒന്നും അവർക്ക് മനസ്സിലാവുന്നുണ്ടാവില്ല. എന്നിട്ട് അവർ ഭയങ്കര ഹാപ്പി ആയിട്ടൊക്കെ ജീവിക്കും. നമ്മളായിരിക്കും ഭയങ്കര സാഡായിട്ടുണ്ടാവുക. നമ്മളെന്നിട്ട് ഓരോരോ സാഡ് സ്റ്റാറ്റസൊക്കെ ഇടും. എന്തിനു വേണ്ടിയാണ് ചിലപ്പോൾ അവരത് മൈൻഡ് പോലും ചെയ്യുന്നുണ്ടാവില്ല. നമ്മളെപ്പോഴും അവർക്ക് വിളിക്കാതിരിക്കുക. കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ നിങ്ങളില്ലാതെ അവർക്ക് പറ്റത്തില്ല എന്നൊക്കെ തോന്നും. അപ്പോൾ അവർ തനിയെ നിങ്ങളുടെ അടുത്തേക്ക് വരും. നിങ്ങളെ മിസ് ചെയ്യുന്നു അല്ലെങ്കിൽ നിങ്ങളില്ലാതെ പറ്റില്ല എന്നൊക്കെ തോന്നിയിട്ട് നിങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക.